പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല. ശരിക്കും ഈ CA CMA CS എന്നൊക്കെ പറയുന്നത് അത്ര പഠിച്ച് പാസ്സാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കിന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മുടെ CS എക്സിക്യൂട്ടീവിൻ്റെ റിസൾട്ട് ഇന്ന് പുറത്തു വന്നു. കഴിഞ്ഞ ഒരു കാലയളവിനുള്ളിലെ ഏറ്റവും മികച്ച റിസൾട്ടാണ് ഇന്ന് പുറത്തു വന്നത്. അപ്പോൾ നമ്മുടെ ധാരാളം കുട്ടികൾ, ധാരാളം സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്. പേഴ്സണലി എൻ്റെ സബ്ജക്റ്റ് ടാക്സാണ്. ടാക്സിൽ തന്നെ മോർ ദാൻ 60 സ്കോർ ചെയ്തിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് തന്നെ 40 പാസ് മാർക്ക് മേടിക്കുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് തന്നെ വളരെയേറെ സന്തോഷം എനിക്കുണ്ട് ഇന്നത്തെ ദിവസം. അത് പഠിച്ചിട്ടുള്ളവർക്കും അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം അറിയാം, അത്രയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് നിങ്ങളെ പഠിപ്പിച്ച് പാസ്സാക്കാൻ നിങ്ങളെ സഹായിച്ച അധ്യാപകരുടെ കാര്യം, അവരെന്തോരം എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ റിസൾട്ട് പുറത്ത് വന്നു കഴിയുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഈ അധ്യാപകർ അവരെ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ക്രെഡിറ്റ് പലപ്പോഴും ഈ അധ്യാപകർക്ക് കിട്ടാറില്ല. ഇപ്പം ഞാൻ പറയുന്നത് അധ്യാപകർക്ക് നന്നായിട്ട് മനസ്സിലാവും, ഇത് അവർക്കത് മനസ്സിലാവും. പലപ്പോഴും നമ്മളൊരു വിജയത്തിൻ്റെ ഒരു ക്രെഡിറ്റ് ഉണ്ടല്ലോ, അത് ഒരിക്കലും ഇത്രയും നല്ല റിസൾട്ടുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് പലപ്പോഴും ഈ ഫാക്കൽറ്റീസിലേക്ക് എത്തിപ്പെടാറില്ല എന്നുള്ളതൊരു സത്യമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയായിരുന്നു, ഇപ്പോൾ ഒരു റിസൾട്ട് വന്നു, അപ്പോൾ എന്നോട് പറയായിരുന്നു, ഒരു പൂച്ചക്കുഞ്ഞു പോലും എന്നെ വിളിച്ച് അനുമോദനം പറഞ്ഞില്ല. അദ്ദേഹം ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ്, പക്ഷെ അതിലൊരു കാര്യമുണ്ട്. നമ്മളത് ശരിക്കും അർഹിക്കുന്നില്ലേ അങ്ങനെ ഒരു കാര്യം? ഒരു വിജയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് അധ്യാപകൻ അർഹിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. എന്തൊക്കെ തന്നെ ആയാലും അപ്പോൾ ഈ ഒരു വിജയം എൻ്റെ എല്ലാ കൊളീഗ്സിനും കൂടിയുള്ള വിജയമാണ്, എല്ലാ ഫാക്കൽറ്റീസിനും ഉള്ള ഒരു വിജയം തന്നെയാണ്. കൺഗ്രാജുലേഷൻസ്, യു ആർ ദി ബെസ്റ്റ്.